പാരീസിൽ വലിയൊരു സ്വപ്നത്തിന്റെ മുന്നിൽ നിൽക്കുകയായിരുന്നു രാജ്യം ഒന്നടങ്കം. പക്ഷേ ഇപ്പോൾ നമ്മുടെ മുൻപിലേക്ക് വരുന്ന വാർത്ത നമ്മുടെ എല്ലാ പ്രതീക്ഷകളെയും തച്ചുടയ്ക്കുന്നതാണ്. വിനേഷ് ഫോഗട്ടിനെ അയോഗ്യയാക്കിയിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ നമ്മുടെ മുൻപിലേക്ക് വരുന്നത്. ഇന്ന് സ്വർണ്ണ മെഡൽ മത്സരം നടക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുകയാണ്. ഭാരപരിശോധനയുടെ റിസൾട്ട് വന്നപ്പോൾ വിനേഷിനെ അയോഗ്യയാക്കിയിരിക്കുന്നത് അനുവദിച്ചതിനേക്കാൾ 100 ഗ്രാം ഭാരം കൂടുതലാണ് എന്ന കണ്ടെത്തലാണ് ഇപ്പോൾ ഭാരപരിശോധനയിൽ വന്നിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ സംഭവം അത്ര നിഷ്കളങ്കമാണോ എന്ന ചോദ്യം രാജ്യത്തിന്റെ മുൻപിൽ പ്രധാനമായും ഉയർന്നു വരുന്നുണ്ട്. കാരണം നമുക്കറിയാം വിനേഷ് ഫോഗട്ട് ഈ പാരീസ് ഒളിമ്പിക്സിലേക്ക് പോകുന്നതിന് അതിനു മുൻപ് അവർ ഇന്ത്യയുടെ തെരുവോരങ്ങളിൽ ഗുസ്തി താരങ്ങൾക്കെതിരായ ലൈംഗിക അതിക്രമങ്ങൾക്കെതിരെ സമരം നയിച്ചതിന് ദില്ലി പോലീസ് അവരെ വലിച്ചിഴച്ച് കൊണ്ടുപോയതൊക്കെ നമ്മുടെ മുൻപിലുണ്ട്. അന്ന് രാജ്യത്തെ ഭരണകൂടം അവരോട് സ്വീകരിച്ച നിലപാട് നമ്മുടെ മുൻപിലുണ്ട്. ഗംഗാ നദിയിൽ മെഡലുകൾ വലിച്ചെറിയാൻ പോയതാണ് സാക്ഷി മാലിക്കും വിനേഷും അടക്കമുള്ള നമ്മുടെ അഭിമാന താരങ്ങൾ. ഇതാ മറ്റൊരു അഭിമാന നേട്ടത്തിന് തൊട്ടു മുൻപ് അവരെ അയോഗ്യയാക്കിയിരിക്കുന്നു. എന്താണ് സംഭവിക്കുന്നത് പാരീസിൽ? ഇപ്പോൾ സജിഷ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ് തത്സമയം ന്യൂസ് ഡെസ്കിൽ നിന്ന്. സജിഷ, പാരീസിൽ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ പ്രതീക്ഷകൾക്ക് കരിനിഴൽ വീഴുന്നു. പക്ഷേ കരിനിഴൽ വീഴുന്നു എന്നതിനപ്പുറത്തേക്ക് ഈ സുവർണ്ണ മെഡൽ മത്സരത്തിന് തൊട്ട് മുൻപുള്ള ഈ അയോഗ്യയാക്കലിന് പിൻപിൽ മറ്റെന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന വലിയൊരു പ്രശ്നം നമ്മുടെ മുന്നിലുണ്ട്. മനു, പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടിയുള്ള ആദ്യ വെള്ളി മെഡൽ ഉറപ്പിച്ചിരിക്കുകയായിരുന്നു വിനേഷ് ഫോഗട്ട്. സ്വർണ്ണ നേട്ടത്തിന് ഒരു ചുവട് കൂടി ബാക്കിയുണ്ടെങ്കിൽ സ്വർണം നേടിയിട്ടുണ്ടാകും. പക്ഷേ ഒറ്റ നിമിഷം കൊണ്ട്, ഒറ്റ രാത്രി കൊണ്ട്, ഒരു രാത്രി കഴിഞ്ഞ് നേരം പുലരുമ്പോഴേക്കും, ഒരു ഉച്ചയാകുമ്പോഴേക്കും വിനേഷ് ഫോഗട്ടിന് അയോഗ്യത കൽപ്പിച്ചിരിക്കുകയാണ്. കാരണം മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ ഗുസ്തി ഫൈനൽ നടക്കാൻ വേണ്ടിയിട്ട് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. പക്ഷേ വിനേഷ് ഫോഗട്ട് ആയതുകൊണ്ടാണ്. അതുമാത്രമല്ല, കേവലം 100 ഗ്രാമിൻ്റെ വ്യത്യാസത്തിൽ മാത്രമാണ് ഫോഗട്ടിന് അയോഗ്യത കൽപ്പിച്ചിട്ടുള്ളത്. ഇതിൽ ഇത്രയും വിവാദങ്ങൾ ഉണ്ടാകുന്നതും അതിനെല്ലാം ഒരു കാരണമുണ്ട്. കാരണം അതിൽ കേന്ദ്ര സർക്കാർ തന്നെയാണ് അതിൽ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത്. കാരണം ഒരാൾക്കും, ഒരു അധികാര വർഗത്തിനോ ഈ അധികാര ഭരണകൂടത്തിനോ ഒന്നും താല്പര്യമില്ലാതെയാണ് യഥാർത്ഥത്തിൽ വിനേഷ് ഫോഗട്ട് പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുത്തിട്ടുള്ളത്. കാരണം ബ്രിജ്ഭൂഷൺ സിംഗിനെതിരായിട്ടുള്ള ഒളിമ്പിക്സ് ഗുസ്തി ഫെഡറേഷൻ തലപ്പത്തുണ്ടായിരുന്ന ബ്രിജ്ഭൂഷൺ സിംഗിനെതിരായത്, അതായത് നമ്മുടെ പഴയ BJPയുടെ മുൻ MPയും BJP നേതാവുമായ ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിനെതിരായിട്ടുള്ള സമരത്തിൽ, ഗുസ്തി താരങ്ങളെ പീഡിപ്പിച്ചു എന്ന സമരത്തിലെ മുന്നണി പോരാളിയായിരുന്നു വിനേഷ് ഫോഗട്ട് മുന്നണി പോരാളിയായിരുന്നു എന്ന് മാത്രമല്ല, എത്രയോ തവണ കേന്ദ്ര സർക്കാരിനോട് ഇവർ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ബ്രിജ്ഭൂഷണെ മാറ്റണമെന്ന്. പക്ഷേ ബ്രിജ്ഭൂഷണെതിരെ ഒരു നടപടിയും എടുക്കാൻ അന്ന് സർക്കാർ ഉണ്ടായിരുന്നില്ല. അത് മാത്രമല്ല, ഇയാളുടെ ഭീഷണികൾ വിനേഷ് ഫോഗട്ട് ഉൾപ്പെടെയുള്ള അതിൽ മുന്നണി പോരാളി ആയതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഭീഷണി നേരിട്ടത് വിനേഷ് ഫോഗട്ട് നേരിടുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഒട്ടേറെ ഭീഷണികളും എല്ലാം തൃണവൽക്കരിച്ച് ഇവർ പരസ്യമായി സമരം നടത്തി. കേന്ദ്ര സർക്കാരിനെതിരെ, അന്ന് MP ആയിരുന്ന ബ്രിജ്ഭൂഷണെതിരെ നടപടി എടുക്കണമെന്നാവശ്യപ്പെട്ട് പരസ്യമായി തെരുവോരങ്ങളിൽ സമരം നടത്തി. അതിൽ മുൻനിരയിലുണ്ടായിരുന്നു വിനേഷ് ഫോഗട്ട്. അതിന് തൊട്ട് മുമ്പ് ഇന്ത്യക്ക് 2016 ഒളിമ്പിക്സിൽ ഒളിമ്പിക്സ് മെഡൽ നേടിയ സാക്ഷി മാലിക്കും വിനേഷ് ഫോഗട്ടിൻ്റെയും നേതൃത്വത്തിലായിരുന്നു ഈ സമരം നടന്നിരുന്നത്. അതേ സാക്ഷി മാലിക് ഇപ്പോൾ താൻ ഇനി ഇതിൽ ഒരു നടപടിയും എടുക്കാത്തതിൽ പ്രതിഷേധിച്ചിട്ട് അതിൽ കണ്ണീരണിഞ്ഞിട്ട് ഭീഷണി നേരിടാനാവാതെ സാക്ഷി മാലിക് പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനിനി ഒളിമ്പിക്സിൽ ഇനി ഒരിക്കലും ഗോദയിൽ ഇറങ്ങില്ലെന്ന് സാക്ഷി മാലിക് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ വിനേഷ് ഫോഗട്ട് മത്സരം തുടരുകയായിരുന്നു. വിനേഷ് ഫോഗട്ട് ഫൈറ്റ് ചെയ്യുകയായിരുന്നു. ഒരു തരത്തിലും സീഡ് ചെയ്യപ്പെടാതെ ഒളിമ്പിക്സിന് യോഗ്യത നേടി. ഇവരുടെ ഈ സമരത്തിനും എല്ലാം തെരുവോരങ്ങളിൽ ഇറങ്ങിയപ്പോൾ ഒട്ടേറെ രാജ്യാന്തര മത്സരങ്ങൾ വിനേഷിന് നഷ്ടപ്പെട്ടു. ഒട്ടേറെ പരിശീലനങ്ങൾ നഷ്ടപ്പെട്ടു. നമ്മുടെ മുൻപിൽ നിൽക്കുമ്പോഴാണ് ഇപ്പോഴത്തെ ഈ അയോഗ്യത, ഒരു പ്രധാനപ്പെട്ട അയോഗ്യതയ്ക്ക് പുറകിൽ മറ്റെന്തെങ്കിലും ഉണ്ടോ എന്ന ചോദ്യം നമ്മുടെ മുൻപിലേക്ക് വരുന്നു. നോക്കൂ, നമുക്കറിയാം ഒരു അന്താരാഷ്ട്ര കായിക മേളയ്ക്ക് പോകുമ്പോൾ ഒരു വലിയ സംഘമാണല്ലോ പോവുക. അതിനെ നയിക്കാൻ ഒരു ചെഫ് ഡേ മിഷൻ ഉണ്ടാകും. അതുമാത്രമല്ല, ഓരോ കായിക വിഭാഗങ്ങളുടെയും അസോസിയേഷനുകളുടെ മേധാവികൾ അല്ലെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ കൂടെ ഉണ്ടാകും. അവർ നോക്കുന്നത് ഈ കായിക താരങ്ങളുടെ ഭക്ഷണക്രമം, അവരുടെ ഈ മത്സരം നടക്കുന്ന കാലയളവിലെ ജീവിത രീതികൾ എന്നത് എല്ലാ കാര്യങ്ങളിലും അവരുടെ നിരീക്ഷണം ഉണ്ടാകും. അവർക്കറിയാം ഇത്ര ഭക്ഷണം ഇത്ര അളവിൽ കൂടുതൽ കഴിച്ചാൽ ഭാരപരിശോധനയിൽ പരാജയപ്പെടും, അല്ലെങ്കിൽ ഭാരം കൂടും. എന്തിന് ഒരു ഗ്ലാസ് വെള്ളം കൂടുതൽ കുടിച്ചാൽ പോലും ഭാരപരിശോധനയിൽ പരാജയപ്പെടാനുള്ള സാധ്യതയുണ്ടെന്ന് വ്യക്തമായിട്ട് അറിയാവുന്നവരാണ് ഈ കൂടെ പോകുന്ന ഉദ്യോഗസ്ഥർ. അവരൊക്കെ അവിടെ എന്തിനു പോയതാണ്? പാരീസ് കാണാൻ പോയതാണോ? എന്തെടുക്കുകയായിരുന്നു? ഈ താരങ്ങളെ കൃത്യമായിട്ട് നോക്കി മുന്നോട്ട് കൊണ്ടുപോകേണ്ട വലിയ ഉത്തരവാദിത്വമില്ലേ? അപ്പോൾ അത് ആ സിസ്റ്റത്തിന്റെ പരാജയമാണ്. ആ പരാജയത്തിന്റെ പുറകിൽ ഈ പറയുന്ന മറ്റു താല്പര്യങ്ങളുണ്ടോ എന്നതാണ് ഇനി നമുക്കറിയാനുള്ളത്. മനു,
ഈ പരിശോധനയിൽ ഈ വെള്ളത്തെക്കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ വസ്ത്രങ്ങളുടെ തൂക്കത്തിൽ പോലും ഉണ്ടാകും നേരിയ വ്യത്യാസങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് ഇതിൽ വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് തന്നെ വലിയ സംശയം ഉയർന്നിരിക്കുന്നത്. കാരണം വസ്ത്രങ്ങളുടെ തൂക്കത്തിൽ തന്നെ പലപ്പോഴും വ്യത്യാസങ്ങൾ വരാം. കാരണം കേവലം 100 ഗ്രാം എന്ന് പറഞ്ഞാൽ കേവലം ചെറിയ വ്യത്യാസം മാത്രമാണ്. അതുമാത്രമല്ല, വിനേഷ് ഫോഗട്ട് ആയതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ എല്ലാം രാജ്യം ഒന്നടങ്കം സംശയത്തിൽ കേന്ദ്ര സർക്കാരിനെ സംശയത്തിൽ നിർത്തിയിരിക്കുന്നു. ഒളിമ്പിക്സ് അസോസിയേഷൻ പോലും, ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ പോലും സംശയത്തിൽ നിർത്തിയിരിക്കുന്നതിന് പ്രധാന കാരണമുണ്ട്. കാരണം ഒരു മണിക്കൂർ മുമ്പാണ്, ഏകദേശം 1 മണിക്കൂർ മുമ്പാണ് ബ്രിജ്ഭൂഷൺ ശരൺ സിംഗ് മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നത്. കാരണം രാജ്യം ഒന്നടങ്കം ഇതിനെതിരെ വിനേഷ് ഫോഗട്ടിനെ അഭിനന്ദിച്ചുകൊണ്ട് കുറിപ്പുകൾ തയ്യാറാക്കുന്നു. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും CPM ജനറൽ സെക്രട്ടറി യെച്ചൂരി ഉൾപ്പെടെയുള്ളവർ വിനേഷ് ഫോഗട്ടിനെ അഭിനന്ദിച്ചുകൊണ്ട് ഒട്ടേറെ പ്രസ്താവനകളോ കുറിപ്പുകളോ എല്ലാം ഇറക്കി കഴിഞ്ഞു. പക്ഷേ പ്രധാനമന്ത്രി ഒരു ഫോൺ കോൾ പോലും നടത്തിയിട്ടില്ല. അത് തന്നെ ഒരു വലിയ സംശയമുണ്ടായിരുന്നു. അതിന് പുറമെ ബ്രിജ്ഭൂഷൺ ശരൺ സിംഗ് മാധ്യമ പ്രവർത്തകർക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു ഏകദേശം 1 മണിക്കൂർ മുമ്പ്. പക്ഷേ വിനേഷ് ഫോഗട്ടിന്റെ വിജയത്തെക്കുറിച്ച് ഒരക്ഷരം. പക്ഷേ ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ പ്രതികരണം ഈ സംഭവത്തിന് ശേഷം വന്നിട്ടുണ്ട്. അതായത് സജീഷ പറഞ്ഞതുപോലെ ഇന്നലെ ഈ അഭിമാന നേട്ടം കുറിച്ച് അവർ ഫൈനലിലേക്ക് എത്തിയതിനു ശേഷം രാജ്യം ഒന്നടങ്കം അവരെ അഭിനന്ദിക്കുമ്പോഴും അതിന് ഈ കക്ഷി രാഷ്ട്രീയ ഭേദത്തിനപ്പുറത്തേക്ക് രാജ്യം ഒന്നടങ്കം അഭിനന്ദിക്കുമ്പോഴും നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഒരു വാക്ക് പോലും നമ്മൾ പറഞ്ഞു കേട്ടിരുന്നില്ല. പക്ഷേ ഈ അയോഗ്യയാക്കിയതിനു ശേഷം മിനിറ്റുകൾക്കുള്ളിൽ പ്രധാനമന്ത്രിയുടെ പ്രതികരണം വന്നിട്ടുണ്ട്. പ്രധാനമന്ത്രി പറയുന്നത് രാജ്യത്തിൻ്റെ അഭിമാനമാണ് വിനേഷ് ഫോഗട്ട് എന്നാണ്. ചാമ്പ്യന്മാരിൽ ചാമ്പ്യൻ എന്ന് പ്രധാനമന്ത്രി പറയുന്നു. ഇന്നത്തെ തിരിച്ചടി വേദനിപ്പിക്കുന്നു. തൻ്റെ വേദന വാക്കുകൾ കൊണ്ട് പ്രകടിപ്പിക്കാൻ കഴിയുന്നതല്ല. വെല്ലുവിളികളെ തല ഉയർത്തി നേരിടുന്നവളാണ് നിങ്ങളെന്ന് എനിക്കറിയാം. നിങ്ങൾ പ്രതിരോധത്തിൻ്റെ പ്രതീകമാണ്. ശക്തിയായി തിരിച്ചു വരിക. ഞങ്ങൾ നിങ്ങൾക്കായി നിലകൊള്ളുന്നുവെന്നാണ് മോദി പ്രധാനമന്ത്രി പറയുന്നത്. അതിൽ പ്രധാനമന്ത്രി പറഞ്ഞ ഒരു കാര്യം പ്രധാനമന്ത്രിക്ക് നേരിട്ട് മനസ്സിലായതാണ്. കാരണം പ്രതിരോധത്തിൻ്റെ പ്രതീകമാണ് വിനേഷ് ഫോഗട്ട് എന്ന് നരേന്ദ്രമോദി ഭരണകൂടത്തിന് കുറച്ച് നാളുകൾക്ക് മുൻപ് ദില്ലിയുടെ തെരുവോരങ്ങളിൽ നേരിട്ട് മനസ്സിലായതാണ്. അതിനുശേഷമാണല്ലോ വിനേഷ് ഫോഗട്ട് എല്ലാവരുടെയും കണ്ണിലെ കരടായത്. ഞാനിപ്പോൾ സജീഷ് പറഞ്ഞപ്പോൾ അതങ്ങ് സൂചിപ്പിച്ചതേ ഉള്ളൂ. തുടരാം. മനു, ഇതിൽ പ്രത്യേകം പറയേണ്ടത് ഹരിയാന പോലെയുള്ള ഹരിയാനയിലെ ഒരു കൊച്ചു ഗ്രാമത്തിൽ നിന്നാണ് വിനേഷ് ഫോഗട്ട് ഇത്രയും ഇന്ത്യക്ക് വേണ്ടിയിട്ടുള്ള ഗോദയിലെ ഇന്ത്യക്ക് വേണ്ടിയിട്ട് രംഗത്ത് വന്നിട്ടുള്ളത്. കാരണം അതിന് പ്രത്യേകം പറയുകയാണെങ്കിൽ 8ാം വയസ്സിൽ അച്ഛനെ നഷ്ടപ്പെട്ടവളാണ് വിനേഷ് ഫോഗട്ട്. അതിനുശേഷം ഒട്ടേറെ സഹനങ്ങൾ, ആരും സപ്പോർട്ട് ചെയ്യാനോ അങ്ങനെ ഒരുപാട് താരങ്ങളോ ഒന്നും അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഗോദയിൽ ഇറങ്ങുമ്പോഴും ഒരുപാട് പ്രോത്സാഹനങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു പ്രോത്സാഹനം എന്ന് പറയാനുണ്ടായിരുന്നത് കസിൻസ് ആയിരുന്നു. കസിൻസ് മുമ്പ് നമ്മൾ ഡെങ്കൽ സിനിമയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഫോഗട്ട് കുട്ടികൾ, ഗീത ഫോഗട്ടും ബബിത ഫോഗട്ടും, ഇവരുടെ കസിനാണ് ശരിക്കും വിനേഷ് ഫോഗട്ട്. ആ കുട്ടികളെ അവരുടെ അച്ഛനായിരുന്നു എപ്പോഴും പ്രൊമോട്ട് ചെയ്തിരുന്നത്. പക്ഷേ വിനേഷ് ഫോഗട്ടിന് അച്ഛൻ ഉണ്ടായിരുന്നില്ല. കുറച്ചെങ്കിലും അല്പമെങ്കിലും ഒരു സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇവരുടെ ഭാഗത്ത് നിന്ന് തന്നെയായിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള വിനേഷ് ഫോഗട്ട് അത്രയും സഹനങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് ഒരുപാട് സഹനത്തിൻ്റെ മുള്ളുകൾ ചവിട്ടിയിട്ട് ഗോദയിൽ ഇറങ്ങി കോമൺവെൽത്ത് ഗെയിംസിലും ഏഷ്യൻ ഗെയിംസിലും എല്ലാം ഇന്ത്യക്ക് വേണ്ടി മെഡൽ നേടിയിട്ടുണ്ട് വിനേഷ് ഫോഗട്ട്.